ഹലോ, ഗുഡ് മോർണിംഗ്. ഈ ബോക്സിംഗ് ഗ്ലോവിൻ്റെ അല്ല കേട്ടോ. അത് കഴിഞ്ഞ ദിവസം വാവക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഒരു ഫിലിം ഉണ്ടല്ലോ, ജിങ്കാന. അപ്പം അത് കണ്ടതിന് ശേഷം അച്ഛന് മോനത് വാങ്ങിക്കൊടുക്കണമെന്നും മോനത് വേണമെന്ന് വേണം. അങ്ങനെ അത് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. 3 എക്യുപ്മെൻ്റ് ആണ്. അതായത് ഗ്ലോവ്സ്, ഹെഡ് ഗാർഡ്, പഞ്ചിങ് ബാഗ്. ഇങ്ങനെ 3 കേട്ടോ കിറ്റിൽ വന്നിട്ടുള്ളത്. ട്രെയിൻ ചെയ്യിക്കാൻ മാത്രം അച്ഛനും കാര്യമായിട്ട് ബോക്സിംഗ് ഒന്നും അറിയില്ല. എന്നാലും കുറേയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ രണ്ടാളുടെയും ക്രേസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാന്ന് പറയാം. അല്ലാതെ ഇപ്പം പോയി ട്രെയിൻ ചെയ്യിക്കാനൊന്നും ഇപ്പോൾ കഴിയൂല. ഇപ്പം തൽക്കാലം ആ ഒരു ക്രേസ് അടങ്ങുന്ന വരെ ഇത് ഉപയോഗിക്കാം. ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. എൻ്റെ ഇഡ്ഡലിക്കഥ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ജാർഖണ്ഡിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ആ ഒരു ഇഡ്ഡലി പോട്ട് വാങ്ങിച്ചതും ജാർഖണ്ഡിൽ നിന്നാണ് കേട്ടോ. പക്ഷേ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയപ്പം അത്യാവശ്യം കുഴപ്പമില്ല. നോർമലി ഞാൻ അമ്മേൻ്റെ അടുത്ത് ഇതിൻ്റെ അളവും കാര്യങ്ങളും ചോദിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഉണ്ടാക്കിയപ്പോഴും സോഫ്റ്റ് ഉണ്ട്, പക്ഷെ ചെറുതായിട്ടൊന്ന് പറ്റിപ്പിടിച്ച പോലെ. ഞാൻ പെട്ടെന്ന് ചൂടോട് കൂടി ഇങ്ങോട്ട് എടുത്തപ്പം ഒരു ഒട്ടിപ്പിടിക്കലുണ്ട്. പക്ഷെ കുറച്ച് തണുത്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചമ്മന്തിയാണ് അതിന് വേണ്ടിയിട്ട് കൂട്ടാനുള്ളത്. പെട്ടെന്ന് എനിക്ക് ചട്നി ഒന്നും ആക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ തേങ്ങയ്ക്കൊക്കെ വലിയ വിലയാണല്ലോ അല്ലേ. 1 കിലോന് ഇവിടെ 95 റുപ്പീസ് ആണ്. നാട്ടിൽ എത്രയാണ് എന്നുള്ളത് എനിക്കറിയില്ല. വലിയ വിലയാന്ന് കേട്ടിട്ടുണ്ട്. വേസ്റ്റ് ഇതാ നിറഞ്ഞ് കൂടി കിടക്കുകയാണ്. കുറച്ച് 2-3 ദിവസമായി ഇവിടെ വേസ്റ്റ് വണ്ടി വന്നിട്ട്. പക്ഷെ ഇവിടെ നമുക്ക് സുഖമാണ് കേട്ടോ. നാട്ടിലുള്ള പോലെയൊന്നുമല്ല. അപ്പം ഞാൻ ഇവിടുന്ന് വിസിലടിച്ചുകൊണ്ടാണ് അവർ വരിക. അപ്പം അതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വേഗം അതൊക്കെ കവറിലാക്കിയിട്ട് താഴെ പോകണം. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പം താഴെ കൊണ്ടുവച്ചാൽ മതി, ഗേറ്റിൻ്റെ പുറത്ത് വെച്ചാൽ മതി. അപ്പം അവർ വന്ന് അതെടുത്ത് കൊണ്ടുപോയിക്കോളും. എല്ലാ വീടിൻ്റെയും മുന്നിൽ നമ്മൾ ഇതുപോലെ അവിടെ കണ്ടല്ലോ, അവർ ചാക്കിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് റെഡിയാക്കി വെക്കുന്നത് അതുപോലെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് അവരെയും കാത്തിട്ട്. കാരണം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടുന്നോ വിസിലടി കേട്ടപ്പോൾ വേഗം ഓടിയതാണ്. കാരണം ഒരു 2-3 ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങുമല്ലോ. അപ്പം എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നാണ്. പക്ഷേ നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. ഇവിടെ ഞങ്ങൾ പൈസയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇനി എന്തെങ്കിലും വിശേഷമൊക്കെ വരുമ്പം പൈസ കൊടുത്താൽ മതി. ഞങ്ങൾ ബെല്ലാരി നിന്നപ്പോഴും, അതായത് കർണാടക നിന്നപ്പോഴും, ഹൈദരാബാദ് നിന്നപ്പോഴും, ജാർഖണ്ഡിൽ നിന്നപ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ ഇതുപോലെ വേസ്റ്റ് വണ്ടി വരും. അതിൽ നമ്മൾ കൊടുക്കുക. നമ്മൾ പുറത്തെടുത്ത് വയ്ക്കുകയാണെങ്കിൽ പുറത്തെടുത്ത് വയ്ക്കുക. അവർ വരുമ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കുക. അവരെടുത്ത് നേരെ അതിലിട്ട് ആ വണ്ടിയിലിട്ട് കൊണ്ടുപോകും. നമ്മൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല ഇത്രയും കാലമായിട്ട് കേട്ടോ. അത് അവരുടെ കോർപ്പറേഷൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ്. ഇത് നമ്മളെ നാട്ടിലൊന്നും ഇല്ല, ഇപ്പോഴും ഇല്ല എന്നാണ്. നമ്മൾ വീണ്ടും പൈസ കൊടുത്തിട്ടാണ് മാസത്തിലൊക്കെ അതും ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ എന്ത് വേസ്റ്റ് ഉണ്ടോ, നമ്മൾ എന്ത് ഒഴിവാക്കുന്നുണ്ടോ അത് കംപ്ലീറ്റ് അതേപടി നമുക്ക് എങ്ങനെയും കൊടുക്കാം. അവർ എങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഡയറക്റ്റ് എന്തൊക്കെയാണോ നമ്മൾ വേസ്റ്റ് ആക്കി ഇടുന്നത് അത് കംപ്ലീറ്റ് കൊടുക്കുക. 2 പേരാണ്, ഒരാൾ ഡ്രൈവ് ചെയ്യാനും 2 പേര് ഇത് കൊണ്ടുപോകാനാണ് വരിക. അങ്ങനെ ഓരോരോ വീട്ടിൻ്റെ മുന്നിലും അവർ വന്നിട്ട് അതെടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇതിപ്പോൾ പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് ഇവിടേക്ക് വരുന്നതിന് എന്തെങ്കിലും ക്യാഷ് കൊടുക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളെ ഓണർ ഞങ്ങളുടെ റെൻ്റിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ ഇതുവരെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഫെസ്റ്റിവലൊക്കെ വരുമല്ലോ, ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഇവർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഞങ്ങൾ ജാർഖണ്ഡിലുള്ള സമയത്തും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോഴും നമ്മൾ അങ്ങനെയായിരുന്നു. എന്തെങ്കിലും അവർക്ക് ഒരു സന്തോഷത്തിന് കൊടുക്കുക, അങ്ങനെയായിരുന്നു ഉണ്ടായത്. അവർക്കൊക്കെ പേയ്മെന്റ് ചെയ്ത് ഗവൺമെന്റ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം കേട്ടോ. ഡീറ്റെയിൽ എനിക്കറിയില്ല. ഇവിടെ ക്ലൈമറ്റിൽ ചെറിയൊരു ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മഴക്കാറൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് കുറച്ച് ശേഷം മഴയൊക്കെ കിട്ടുന്നുണ്ട്. നാട്ടിലെ പോലെയൊക്കെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം മുതിര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മഴക്കാലത്തൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കും. അമ്മയൊക്കെ പറഞ്ഞു മഴക്കാലത്തൊക്കെ ഉണ്ടാക്കി. കർക്കിടക മാസമാണല്ലോ, ഇവിടെ ആടി മാസമാണ്, നമുക്ക് കർക്കിടക മാസമാണ്. അപ്പം ഞാനും വാങ്ങിച്ചു മുതിര. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അമ്മേൻ്റെ അടുത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുക ചോദിച്ചിട്ടുണ്ട്. ഞാനത് പായസം പോലെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് നമ്മൾ ഓൾറെഡി അത് സോക്ക് ചെയ്ത് വെക്കണം.
നൈറ്റിലേക്കാണെങ്കിൽ മോർണിംഗിൽ സോക്ക് ചെയ്യാൻ വെക്കണം. മോർണിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ നൈറ്റിൽ അത് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പം ഞാനിപ്പോൾ മോർണിംഗിലാണ് ഇത് വെള്ളം ഒഴിച്ചിട്ട് വെക്കാൻ പോവാണ്. ഇന്ന് ഈവനിങ് നൈറ്റൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വാവക്ക് ഷൂട്ടിങ്ങിനോടും താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്വിച്ച് ബോർഡാണ് ലക്ഷ്യം. അത് വെച്ചു. അപ്പോൾ അതിൽ നേരെ കൊണ്ടിട്ടുണ്ട്. ആൾ നല്ല ഹാപ്പിയുമാണ്. അപ്പോൾ ഇനി ഷൂട്ടിങ് പഠിക്കണം, കിക്ക് ബോക്സിങ് പഠിക്കണം, എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാം നടക്കുമോയെന്നൊന്നും അറിയില്ല. പഞ്ചിങ് ബാഗ് ഇതവിടെ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നികിത റെവിൽ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.